നമസ്കാരം. പ്രധാന വാർത്തകൾ. തൊടുപുഴയിൽ ഗ്യാസ് ഏജൻസി സിലിണ്ടറുകൾ പൂഴ്ത്തിവെച്ചതായി പരാതി. റേഷനിംഗ് ഇൻസ്പെക്ടറുടെ പരിശോധനയിൽ കണക്കിൽപ്പെടാത്ത 127 കുറ്റികൾ കണ്ടെത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒക്ടോബർ 3 വ്യാപാരി പണിമുടക്ക്. മെഡിക്കൽ ഷോപ്പുകൾ 2 മണിക്കൂർ അടച്ചിടും. ലോക വയോജന ദിനം തൊടുപുഴയിൽ വിവിധ ചടങ്ങുകളോടെ നടന്നു. വാർത്തകൾ വിശദമായി. തൊടുപുഴയിൽ ഗ്യാസ് ഏജൻസി പൂഴ്ത്തിവെച്ച സിലിണ്ടറുകൾ റേഷനിംഗ് ഇൻസ്പെക്ടറുടെ പരിശോധനയിൽ കണ്ടെത്തി. ജിയോ ഗ്യാസ് ഏജൻസിയിൽ ഉച്ചയോടെ സ്റ്റോക്ക് തീർന്നതായി അറിയിച്ച് വിതരണം നിർത്തിയതോടെ ക്യൂ നിന്ന ഉപഭോക്താക്കൾ പ്രതിഷേധിക്കുകയായിരുന്നു. ബുധനാഴ്ച പുതിയ ലോഡ് എത്തിയതിനു ശേഷം മാത്രം വിതരണം എന്നതായിരുന്നു ഏജൻസികളുടെ നിലപാട്. പരാതിയെ തുടർന്ന് റേഷനിംഗ് ഇൻസ്പെക്ടർ നടത്തിയ പരിശോധനയിൽ 277 കുറ്റികൾ കണ്ടെത്തി. ക്യൂ നിന്നവർക്ക് ടോക്കൺ നൽകി സിലിണ്ടറുകൾ വിതരണം ചെയ്യുവാൻ റേഷനിംഗ് ഇൻസ്പെക്ടർ നിർദ്ദേശിച്ചു. ടോക്കൺ ലഭിച്ചവർക്ക് അടുത്ത ദിവസം ഹാജരായി സിലിണ്ടറുകൾ കൈപ്പറ്റാം. സ്റ്റോക്ക് ഉണ്ടായിരുന്നു. അതിലവർ ആദ്യം കുറേ വിതരണം നടത്തി. അത് തിരക്ക് നിയന്ത്രിക്കാൻ പറ്റാതെ ടോക്കൺ കൊടുത്തു. 120 ടോക്കൺ കൊടുത്തു. അതിനുശേഷം അത് വിതരണം നടന്നുകൊണ്ടിരിക്കണം. അതിന് ബാക്കി സ്റ്റോക്ക് ഇവിടെ ഫിസിക്കൽ സ്റ്റോക്ക് ഇവിടെ ഉണ്ട്. രാത്രി റോഡിലാണുള്ള വിതരണം ഉണ്ടായിരുന്നേ. അപ്പൊ കമ്പനിയുടെ സെയിൽസ്മാൻ പറഞ്ഞതിന് ശേഷമാണെങ്കിൽ കൊടുത്തെന്നൊക്കെ പറയുന്നത്. അതിന് സെയിൽസ്മാനെ വിളിച്ച് വെച്ചാൽ നമുക്ക് പ്രശ്നം അറിയാൻ നമുക്ക് ഒന്ന്. പിന്നെ രണ്ടാമത് ഇപ്പോൾ ഇവിടെ കൊടുക്കേണ്ട കാരണം നമുക്ക് പേപ്പർ അവധിയായിട്ട് പേപ്പർ നമുക്ക് കിട്ടിയിട്ടില്ല. ഇവിടെ വിതരണം നടക്കുന്ന പ്രശ്നങ്ങൾ അറിയാൻ വേണ്ടി വന്നപ്പോൾ കോടാണ് നോക്കിയപ്പോൾ 400 മണ്ഡലത്തിൽ 220 വിതരണം പോയിട്ട് 250 ഓൾറെഡി സ്റ്റോക്ക് ഉണ്ട്. ഇവിടെ കൂടുതലല്ല, ഇവിടെ സ്റ്റോക്ക് ഫിസിക്കൽ സ്റ്റോക്കാണ് പറയുന്നത്. ഇത് മൊത്തം വിതരണം ചെയ്യാത്തത് അത് വിതരണം ചെയ്ത് അവർക്ക് വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്നു. തടസ്സം എന്താണെന്ന് നമ്മൾ നോക്കിയില്ല. ടോക്കൺ റെസ്ട്രിക്ട് ചെയ്ത് നിർത്തിയേക്കുന്നതിന് കാരണം പറഞ്ഞു അത് അവർക്ക് വിതരണം തീരെയല്ല പറഞ്ഞാൽ അവിടെ നിർത്തിയിരിക്കുന്നു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് വ്യാപാരികൾ ഒക്ടോബർ 3 സംസ്ഥാന വ്യാപകമായി പണിമുടക്കും. അന്നേ ദിവസം ഹോട്ടലുകൾ അടച്ചിടും. മെഡിക്കൽ ഷോപ്പുകൾ രാവിലെ 11 മുതൽ 2 മണിക്കൂർ അടച്ചിടും. വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ പ്രസിഡന്റ് മാരിൽ കൃഷ്ണൻ നായർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചതാണ് ഇക്കാര്യം. സ്ഥാപനങ്ങൾ അടച്ചിട്ടുകൊണ്ട്, കടകൾ അടച്ചിട്ടുകൊണ്ട് അവർ പണിമുടക്കുവാനും പണിമുടക്കിയ വ്യാപാരികൾ ജില്ലാ ഫുഡ് സേഫ്റ്റി കമ്മീഷണറുടെ കാര്യാലയത്തിലേക്ക് മാർച്ച് നടത്തുവാനുമാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഇന്നലെ സംസ്ഥാന കൗൺസിൽ യോഗം ആലപ്പുഴയിൽ ചേർന്ന് സംസ്ഥാനത്തെ എല്ലാ ജില്ലകളിലെയും ഈ സമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ വിശകലനം ചെയ്യുകയും വിലയിരുത്തുകയും എല്ലാ ജില്ലകളിലും വളരെ ഷോർട്ട് നോട്ടീസിലാണ് ഇത് സംഘടിപ്പിക്കാൻ തീരുമാനിച്ചതെങ്കിലും എല്ലാ ജില്ലകളിലും വലിയ തോതിലുള്ള പങ്കാളിത്തത്തോടുകൂടി ഈ സമരം വിജയിപ്പിക്കാനുള്ള നടപടികൾ ഏതാണ്ട് പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നതായിട്ടാണ് ഇന്നലെ കൗൺസിൽ യോഗത്തിൽ തീരുമാനം. ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മളുടെ ജില്ലാ ഫുഡ് സേഫ്റ്റി കമ്മീഷണറുടെ കാര്യാലയം സ്ഥിതി ചെയ്യുന്നത് ഒളമറ്റത്തുള്ള തൊടുപുഴ ഇടുക്കി റോഡിലാണ് സ്ഥിതി ചെയ്യുന്നത്. അന്നേ ദിവസം ചെറുതും വലുതുമായ എല്ലാ വ്യാപാര സ്ഥാപനങ്ങളും എന്ന് പറഞ്ഞാൽ ട്രേഡിൽ നിങ്ങൾക്കറിയാം, ഒരുപാട് ട്രേഡ് വൈസായ ഓർഗനൈസേഷനും അതുപോലെ തന്നെ ജോലി ചെയ്യിപ്പിക്കുന്നവരുമുണ്ട്. അതുകൊണ്ട് ഇത് ഈ വിദേശ കുത്തകകൾ യഥേഷ്ടം കടന്നു വന്നുകൊണ്ട് സ്വദേശികളായ വ്യാപാരികൾക്ക് തങ്ങളുടെ ദൈനംദിന ഉപജീവന മാർഗം മുടങ്ങുവാനുള്ള നടപടികളുടെ ഭാഗമായിട്ടാണ്
ഇന്ന് നികുതി മറ്റ് നിയമങ്ങളിൽ കൊണ്ടുവരപ്പെടുന്ന മാറ്റങ്ങൾ. ലോക വയോജന ദിനം തൊടുപുഴയിൽ വിവിധ പരിപാടികളോടെ ആചരിച്ചു. തൊടുപുഴ നഗരസഭ, ലയൺസ് ക്ലബ് എലൈറ്റ്, സാമൂഹ്യക്ഷേമ വകുപ്പ്, സാമൂഹ്യ സുരക്ഷാ വിഷൻ എന്നിവയുടെ സംയുക്താഭിമുഖ്യത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചത്. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. അവരെ സംരക്ഷിക്കുവാൻ ഉള്ളവരും അവരെ നല്ല രീതിയിൽ മുമ്പോട്ട് കൊണ്ടുപോകുന്നതിന് ശ്രദ്ധിക്കേണ്ട ആളുകളുമൊക്കെ സർക്കാർ വയോമിത്ര പരിപാടി പോലെയുള്ള പരിപാടികൾ സംഘടിപ്പിച്ച് ഇങ്ങനെയുള്ള ആളുകളെ സംരക്ഷിക്കുവാനും അവരെ ചികിത്സിക്കുവാനും അവർക്ക് വേണ്ട സഹായം ചെയ്തു കൊടുക്കുവാനും വേണ്ടി മുമ്പോട്ട് വന്നിരിക്കുന്നവർക്കറിയാം. തൊടുപുഴ നഗരസഭയെ പറ്റി പറയുമ്പോൾ ഇവിടെ 20 സെന്ററുകളിലായി വയോമിത്രത്തിന്റെ ആളുകളോടൊപ്പം തന്നെ പാലിറ്റീവ് ഹോം കെയർ കൂടി ഒന്നിച്ചു പോകുന്നു. ആഴ്ചയിൽ 5 ദിവസം ആഴ്ചയിൽ 5 ദിവസവും ഈ സെന്ററുകളിൽ എത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. അത് ഏതാണ്ട് നല്ല രീതിയിൽ തന്നെ നടക്കുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിന് പുറമെ മൊബൈൽ ക്ലിനിക്കായിട്ട് 2 ദിവസം പോകുന്നു, രാവിലെയും വൈകിട്ടും പോകുന്നു. അത് ആകെ നമ്മുടെ നഗരസഭയെ രക്ഷിച്ചിരിക്കുന്നത് 1800 പേരെ രക്ഷിച്ചിരുന്നു. വയോസംരക്ഷണ നിയമം സംബന്ധിച്ച SI അബ്ദുൽ കരീം, പ്രമേഹ രോഗം സംബന്ധിച്ച ഡോക്ടർ ശരത്ജി റാവുകൾ എന്നിവർ ക്ലാസുകൾ നയിച്ചു. ലോക വയോജന ദിനത്തോടനുബന്ധിച്ച് തൊടുപുഴ IMAയിൽ സൗജന്യ രോഗനിർണയ ക്യാമ്പ് നടന്നു. IMA പ്രസിഡന്റ് ഡോക്ടർ EV ജോർജിന്റെ അധ്യക്ഷതയിൽ നടന്ന പരിപാടി മുതലക്കോണം സെന്റ് ജോർജ് പള്ളി വികാരി ഫാദർ ജോർജ് ഒലിയപ്പുറം ഉദ്ഘാടനം ചെയ്തു. ഈ ദിവസത്തിന്റെ ആശംസകളായിരിക്കും. എനിക്ക് ഏറെ സന്തോഷമുണ്ട്. ഒരു ചൊല്ലുണ്ട്, സന്തോഷം പങ്കുവെച്ചാൽ ഇരട്ടിക്കും, ദുഃഖങ്ങൾ പങ്കുവെക്കുമ്പോൾ പകുതിയാകുന്നു. അങ്ങനെ നമ്മുടെ സന്തോഷമെല്ലാം പങ്കുവെച്ച് ഇരട്ടിയാക്കി, 4 ഇരട്ടിയാക്കി, 8 ഇരട്ടിയാക്കാനും, അതുപോലെ ദുഃഖങ്ങൾ പങ്കുവെച്ച് പകുതിയാക്കാനും, 4-1 8-1 11 ഇല്ലാതാക്കാനും, അതിനുവേണ്ടിയാണ് ഈ കൂട്ടായ്മകൾ. അത് വലിയ സൗകര്യമുള്ള കാര്യമാണ്. അപ്പോൾ സന്തോഷമാണ് 10 പേരോട് പറഞ്ഞാൽ വലിയ സന്തോഷം ഇരട്ടിയാവില്ലേ. അത് നമ്മുടെ അതുപോലെ ദുഃഖങ്ങൾ പറയാൻ ആരോടെങ്കിലും ഉണ്ടെങ്കിൽ പറയാനുണ്ടെങ്കിലോ ദുഃഖങ്ങൾ പകുതിയാവും. മനസ്സ് സ്വസ്ഥമാക്കി പിന്നെ ശരീരത്തിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാവും. മനസ്സ് സ്വച്ഛമാണോ ബാക്കി കാര്യങ്ങളൊക്കെ മറ്റു വൈകല്യങ്ങളൊന്നും പ്രശ്നമല്ല, അല്ലേ? എല്ലാവരും ചെലവഴിക്കുന്നത് ശരിയാന്ന് പറയുന്നത് അതല്ലേ? യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ടതാണ്, ഭയപ്പെടേണ്ട, ഞാൻ കൂടെ ഉണ്ടെന്ന്. കാലത്ത് എഴുന്നേറ്റ് എടുത്ത് മറ്റുള്ളവരോട് പറഞ്ഞാൽ വിഷമിക്കാനൊന്നുമില്ല, ഞങ്ങളുടെ കൂടെ ഉണ്ടെന്ന്. പലരും പ്രശ്നം ആരും കൂടെയില്ലല്ലോ, ഞാൻ തന്നെയല്ലേ ഞാൻ സഹിക്കേണ്ടി വരുന്നത്, ഞാൻ അവഗണിക്കപ്പെടുന്നു, അതിൻ്റെ ദുഃഖമല്ലേ പറഞ്ഞിട്ടുള്ളത്. ആരും കൂടെയില്ലാന്ന് ആരും പറയണ്ട, വിഷമിക്കാനില്ല, ഇപ്പോൾ കൂടെയുണ്ട്, ഞങ്ങളുണ്ടാവും, ധൈര്യമായിട്ടിരുന്നോളൂ. അങ്ങനെ കാലത്ത് എഴുതുന്നു, അങ്ങോട്ടും കൂടെ ഒന്ന് പറഞ്ഞാൽ ധൈര്യമായിട്ടിരുന്നു, ഒക്കെ ശരിയായിക്കോളും. ചുമ്മാ പറഞ്ഞാൽ നമുക്കൊക്കെ ചെലവുണ്ടാവും. KM രാധാകൃഷ്ണൻ, ഡോക്ടർ ദീപക്, സിസ്റ്റർ മേരി കുര്യൻ എന്നിവർ ആശംസകൾ അർപ്പിച്ചു. ഡോക്ടർ PC ജോർജ് സ്വാഗതവും കൃഷ്ണൻകുട്ടി നന്ദിയും പറഞ്ഞു. ഇടവെട്ടി ഡിപ്പോ അംഗൻവാടിയുടെയും പ്രണവം ലൈബ്രറിയുടെയും ആഭിമുഖ്യത്തിൽ ലോക വയോജന ദിനം ആചരിച്ചു. അംഗൻവാടിയിൽ വെച്ച നാരായണൻ നായർ, കുത്തുങ്കര അമ്മു നാരായണൻ എന്നിവരെ ആദരിച്ചു. ഗ്രാമപഞ്ചായത്ത് മെമ്പർ ജയകൃഷ്ണൻ പുതിയടത്ത് അധ്യക്ഷത വഹിച്ച യോഗം ഗ്രാമപഞ്ചായത്ത് അംഗം ഗീതാചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. പത്മാവതി, രഘുനാഥ്, PN സുധീർ, ഓമന മേനോൻ, കൃഷ്ണ കൃപ, ഉഷ സോമൻ എന്നിവർ പ്രസംഗിച്ചു. ഒക്ടോബർ 1 നമുക്കറിയാം, നമ്മുടെ മാതാപിതാക്കളെ ചെറുപ്പത്തിൽ ഒത്തിരി കഷ്ടപ്പെട്ട് ഒത്തിരി മുണ്ട് മുറുക്കി കൊടുത്ത് ഒത്തിരി പട്ടിണി കിടന്ന് വളരെ കഷ്ടപ്പെട്ടാണ് നമ്മളെ ഇന്നത്തെ യുവതലമുറയെ രാജ്യത്തിന് വേണ്ടി അല്ലെങ്കിൽ നമ്മുടെ നാടിന് വേണ്ടി നൽകിയത്. ആ കാലത്തൊക്കെ ദാരിദ്ര്യം ഉണ്ടായിരുന്നു. ഇന്നങ്ങനെ ദാരിദ്ര്യവും പട്ടിണിയും ഒന്നും ഒരിടത്തുമില്ല. പഴയ കാലഘട്ടത്തിൽ നമുക്കറിയാം ഒത്തിരി കഷ്ടപ്പെട്ട് ഒത്തിരി നമ്മളെ പഠിപ്പിക്കാനൊക്കെ ആയിട്ട് നമുക്കറിയാം. എന്റെ വല്യമ്മയുടെ സമയത്ത് എന്നെ എടുത്തുകൊണ്ടാണ് ചാലക്കുടി സ്കൂളിൽ കൊണ്ടുപോയിരുന്നത്. അതുപോലെ എല്ലാ കാര്യത്തിനും
അച്ഛനേക്കാളും അമ്മയെക്കാളും കൂടുതൽ എന്നെ സഹായിച്ചത് എന്റെ വല്യമ്മയായിരുന്നു. അപ്പൊ നമുക്ക് അവരുടെ ഒരു ബാധ്യതയുണ്ട്, അവരുടെ ഒരു കടപ്പാടുണ്ട്. തീർച്ചയായിട്ടും അവര് സമൂഹത്തിനൊരു ബാധ്യതയല്ല ഒരിക്കലും. ഒത്തിരി നമുക്ക് വേണ്ടി അവരുടെ ആ നല്ല പ്രായം ശരിക്കും കഷ്ടപ്പെടുന്ന വിറവടിക്കാനാണെങ്കിലും അതുപോലെ അരിമേടിക്കാനാണെങ്കിലും ഒക്കെ കഷ്ടപ്പെട്ട് ദൂരെ നടന്നുകൊണ്ട് നമ്മളെ ഒരു അല്ലലും നമുക്ക് നമ്മുടെ വയറ് വിശക്കാതെ, അവരുടെ വയറ് വിശന്നിരുന്നു കൊണ്ട് നമ്മുടെ വയറ് വിശക്കാതെ ആത്മാർത്ഥമായി നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട, നമ്മുടെ നാടിന് വേണ്ടി കഷ്ടപ്പെട്ട ഒത്തിരി ആളുകൾ ഇപ്പോഴും ഉണ്ട്. നമുക്കുണ്ടൊരു മുത്തശ്ശി, പല്ലില്ലാത്തൊരു മുത്തശ്ശി, സ്നേഹം ചെരിയും പുഞ്ചിരി പോകും നമ്മുടെ മുത്തശ്ശി, നമ്മുടെ പുന്നാര മുത്തശ്ശി. സന്ധ്യാനേരം നാമം ജപിക്കും, സന്ധ്യ കഴിഞ്ഞാൽ കഥകൾ ചൊല്ലും, മാനത്തമ്പിളി മാമനെ നോക്കി ചോറുതരും മുത്തശ്ശി, കാലുതരും മുത്തശ്ശി. മാധവ് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് നടപ്പാക്കരുതെന്ന് ആവശ്യപ്പെട്ട കിസാൻ സഭ ഒക്ടോബർ 2 നെടുങ്കണ്ടത്ത് ഉപവസിക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 5 മണി വരെയാണ് ഉപവാസ സമരമെന്ന് കിസാൻ സഭ ജില്ലാ പ്രസിഡന്റ് CK കൃഷ്ണൻകുട്ടിയും സെക്രട്ടറി മാത്യു വർഗീസും വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയം മറച്ചുവെച്ചിരുന്നു. ഡൽഹി ഹൈക്കോടതിയിൽ ഒരു കേസ് കൊടുത്തതിന് ശേഷമാണ് അത് പ്രസിദ്ധീകരിക്കാൻ തന്നെ തീരുമാനിച്ചത്. അങ്ങനെ പ്രസിദ്ധീകരിക്കപ്പെട്ടതിന് ശേഷം അതിന്റെ നടപടികളൊക്കെ അതിന് മുമ്പ് തന്നെ നടപ്പാക്കുന്നതിനെ കുറിച്ചുള്ള ആലോചനകൾ കേന്ദ്രത്തിൽ ആരംഭിച്ചിരുന്നു. ആ റിപ്പോർട്ട് ഇന്ത്യയിലെ 6 സംസ്ഥാനങ്ങളെയാണ് ബാധിക്കുന്നത്. മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തമിഴ്നാട്, കേരള ഈ സംസ്ഥാനങ്ങളെ ബാധിക്കുന്നു. കർണാടകയും മഹാരാഷ്ട്രയും സംസ്ഥാന നിയമസഭകൾ തന്നെ ഈ റിപ്പോർട്ട് നടപ്പാക്കരുതെന്ന് ആവശ്യപ്പെട്ട് നിയമസഭകൾ പ്രമേയങ്ങൾ പാസാക്കി. എല്ലാ സംസ്ഥാന ഗവൺമെന്റുകളും റിപ്പോർട്ട് നടപ്പാക്കരുതെന്ന് ആവശ്യപ്പെട്ട് പ്രമേയം പാസാക്കി. എന്നാൽ അതൊന്നും ഗൗരവത്തിലെടുക്കാതെയുള്ള ഒരു സമീപനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇടുക്കി ജില്ലയിലാണെങ്കിൽ ഇടുക്കിയുടെ MP ഈ റിപ്പോർട്ട് നടപ്പാക്കേണ്ടതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് വിശദീകരിക്കാൻ ഈ മാസം 17-ാം തീയതി കട്ടപ്പന ടൗൺ ഹാളിൽ അദ്ദേഹത്തിന്റെ ഗ്രൂപ്പിൽപ്പെട്ട ആളുകളെ വിളിച്ചുകൂട്ടി ഓപ്പൺ ഫോറം എന്ന് പറഞ്ഞ് മറ്റുള്ളവർക്കും പങ്കെടുക്കാമെന്ന് പറഞ്ഞു. 2 പ്രാവശ്യം ഈ റിപ്പോർട്ട് നടപ്പാക്കുന്നതിനെതിരായിട്ടുള്ള പ്രതിഷേധത്തിന്റെ ഭാഗമായി അദ്ദേഹത്തിന്റെ കൂടെയുള്ളവർ തന്നെ വലിയ പ്രതിഷേധമുയർത്തി ഉന്തും തള്ളും എല്ലാം ഉണ്ടായി. അങ്ങനെ ഒരു അന്തരീക്ഷമാണ് അവിടെ ഉണ്ടായത്. സംസ്ഥാന ഗവൺമെന്റ് നടപ്പാക്കില്ല എന്ന് പറയുമ്പോഴും ബയോഡൈവേഴ്സിറ്റി ബോർഡിന്റെ ഉദ്യോഗസ്ഥന്മാർ അതിൽ പങ്കെടുത്തിരുന്നു. ആകെ ഒരു ദുരൂഹമാണ്. ഇതിലൊരു ഹിഡൻ അജണ്ട ഉണ്ട്. ഇതിനെപ്പറ്റി വളരെ ഗൗരവതരമായി ചിന്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ടാണ് കിസാൻ സഭ പ്രത്യക്ഷമായി ഒരു സമരത്തെ സംബന്ധിച്ച് ആലോചിച്ചിട്ടുള്ളത്. സാഹിത്യ സഹകരണ പ്രവർത്തക സംഘത്തിന്റെ വിതരണ വിഭാഗമായ NBS ആഭിമുഖ്യത്തിൽ തൊടുപുഴയിൽ പുസ്തകോത്സവം ആരംഭിച്ചു. SBTക്ക് സമീപം ശ്രീവത്സം ഓഡിറ്റോറിയത്തിലാണ് പുസ്തകോത്സവം നടക്കുന്നത്. 30ഓളം പ്രസാധകരുടെ 10,000-ൽ പരം പുസ്തകങ്ങളാണ് മേളയിൽ 10 മുതൽ 50% വരെ വിലക്കിഴിവിൽ വിൽക്കുന്നത്. മുനിസിപ്പൽ ചെയർമാൻ TJ ജോസഫ് മേള ഉദ്ഘാടനം ചെയ്തു. ലൈബ്രറി കൗൺസിൽ ജില്ലാ സെക്രട്ടറി KM സാബു, ആമ്പൽ ജോർജ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ചു. ഏതാണ്ട് 10,000-ഓളം പുസ്തകങ്ങൾ ലക്ഷക്കണക്കിന് കോപ്പികൾ വിതരണം ചെയ്ത് നമ്മുടെ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും വായനാശീലം വർദ്ധിപ്പിച്ചെടുത്തുകൊണ്ട് അതിലേക്ക് കൂടുതൽ അറിവും സമ്പാദിക്കുവാനുള്ള ഒരു അവസരം ഒരുക്കുക എന്ന ലക്ഷ്യമാണ് ഈ MBS ബുക്ക് സ്റ്റാൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ തൊടുപുഴയില് ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന ഈ പുഷ്പോത്സവം, അതിലൂടെ ധാരാളം പുസ്തകങ്ങൾ ഇവിടെ വെച്ചിരിക്കുന്നു. ചില പുസ്തകങ്ങൾക്കൊക്കെ നല്ല രീതിയിലുള്ള സബ്സിഡി കൊടുക്കുന്നു. ഇത് തൊടുപുഴയില് ഈ പുസ്തകോത്സവം നടത്തപ്പെടുമ്പോൾ തൊടുപുഴക്കാരായ വായനാ താല്പര്യരായ ധാരാളം ആളുകളുള്ള പ്രദേശമാണ്. ഈ കാലഘട്ടത്തിൽ അല്പം വായനാശീലം കുറവുണ്ടെങ്കിൽ പോലും
ഇപ്പോൾ ഇടക്കാലത്ത് അതിനൊരു മന്ദഗതിയാണ് സംഭവിച്ചതെങ്കിൽ ഇപ്പോൾ അത് മാറി കൂടുതൽ ആളുകൾ വായനാ രംഗത്തേക്ക് കടന്നു വരുന്നു. കൂടുതൽ അറിവുകൾ സമ്പാദിക്കുവാൻ വേണ്ടി ആളുകൾ ഈ രംഗത്ത് സജീവമായി തന്നെ നിൽക്കുന്നു എന്നുകൊണ്ടാണ്. മണക്കാട് NSS ഹയർ സെക്കൻഡറി സ്കൂളിൽ കഴിഞ്ഞ SSLC+2 പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ വിദ്യാർത്ഥികൾക്ക് വിദ്യാശ്രീ വിദ്യാഭൂഷൺ അവാർഡുകൾ വിതരണം ചെയ്തു. മണക്കാട് വരമണി നാട്യാലവും അമൂൽ ഗ്രൂപ്പും ചേർന്നാണ് അവാർഡുകൾ നൽകിയത്. ഡോക്ടർ KR സുരേഷ്, ഡോക്ടർ P കേസരി, തൊടുപുഴ വാസന്തി, സുരേഷ് കുമാർ എന്നിവരാണ് അവാർഡുകൾ വിതരണം ചെയ്തത്. എല്ലാത്തിനും A+ ലഭിച്ച കുട്ടികളെ അനുമോദിക്കുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അഭിമാന ഭാജനങ്ങളാണ് ഈ കുട്ടികൾ. നാളെയുടെ നമ്മുടെ മണക്കാടിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ നാടിൻ്റെ പേരും പ്രശസ്തിയും മറ്റ് സ്ഥലങ്ങളിലേക്കും എത്തിക്കേണ്ടതും നമ്മുടെ നാടിൻ്റെ അഭിമാനമാകേണ്ടവരുമായ ഈ കുരുന്നുകളെ നമ്മുടെ അഭിമാനപൂർവ്വം അവരെ അനുമോദിക്കാനും ഈ ഉപഹാരം ഇവിടെ സമർപ്പിക്കാനും എന്നെ ഇവിടെ ക്ഷണിച്ചതിൽ എനിക്ക് അങ്ങേയറ്റം സന്തോഷവും സംതൃപ്തിയും. മുതലക്കോടം ജയ്ഹിന്ദ് ലൈബ്രറിയുടെ നേതൃത്വത്തിൽ എമർജിംഗ് കേരള സംവാദം നടന്നു. സർക്കിൾ സഹകരണ യൂണിയൻ ചെയർമാൻ VV മത്തായി സംവാദം ഉദ്ഘാടനം ചെയ്തു. പരിസ്ഥിതി പ്രവർത്തകൻ ജോൺ പെരുവന്താനം വിഷയാവതരണം നടത്തി. എമർജിംഗ് കേരളയിൽ പണം മുടക്കാൻ വേണ്ടി തയ്യാറായി വന്ന ചില കമ്പനികൾ, കോർപ്പറേറ്റ് മാനേജ്മെന്റുകൾ തന്നെ പിന്നീട് അതിൽ നിന്ന് പിൻവാങ്ങുന്നു എന്നാണ് നമ്മൾ ഈ ചുരുങ്ങിയ കാലയളവിനുള്ളിൽ തന്നെ മനസ്സിലാക്കുന്നത്. ഇവിടെ മാധ്യമങ്ങളും ഭരണാധികാരികളും കൊട്ടിഘോഷിക്കുന്നത് പോലെ ഇപ്പോൾ നമുക്ക് ലഭിച്ചിട്ടുള്ള വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പരിശോധിക്കുമ്പോൾ ഈ കേരളത്തിന്റെ സമഗ്ര പുരോഗതിക്ക് സഹായകരമായതോ കേരളത്തിലെ തൊഴിലില്ലാത്ത ചെറുപ്പക്കാരുടെയൊക്കെ പുതിയ തൊഴിലവസരങ്ങൾക്ക് കിട്ടുന്നതിന് സഹായകരമായതോ ആയ ഒരു പദ്ധതിയാണ് എമർജിംഗ് കേരള എന്ന് കണക്കാക്കാൻ കഴിയുകയും പ്രധാനമായും എമർജിംഗ് കേരളയിൽ പെടുത്തി വരാൻ പോകുന്ന പ്രൊജക്റ്റുകൾ എന്ന് പറയുന്നത് വൻകിട ഹോട്ടലുകൾ, റിസോർട്ടുകൾ, സ്വാശ്രയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, വാണിജ്യ സ്ഥാപനങ്ങൾ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലുകൾ ഒക്കെയാണെന്നാണ് ഇതുവരെ ലഭിച്ചിട്ടുള്ള വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ആ പ്രൊജക്റ്റുകൾ തന്നെ കേരളത്തിന്റെ ഭൂമി തട്ടിയെടുക്കുക, കോടിക്കണക്കിന് രൂപ വിലപിടിപ്പുള്ള ഭൂമി തട്ടിയെടുക്കുക എന്ന കാഴ്ചപ്പാടോടുകൂടി, എന്ന ഗൂഢലക്ഷ്യത്തോടു കൂടിയിട്ടാണ് അതിന്റെ ഉടമകളായിട്ടുള്ള പലരും രംഗത്ത് വന്നിരിക്കുന്നത് എന്നാണ് ഇതുവരെയുള്ള വിവരങ്ങളിൽ നിന്ന് മനസ്സിലാക്കും. കുമാരമംഗലം MKNM-HSSൽ മാധ്യമം വെളിച്ചം പദ്ധതിക്ക് തുടക്കമായി. കേരള പ്ലാന്റേഷൻ കോർപ്പറേഷൻ ചെയർമാൻ ഡോക്ടർ വർഗീസ് ജോർ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് പങ്കജാക്ഷ നായർ അധ്യക്ഷത വഹിച്ചു. സ്റ്റാഫ് സെക്രട്ടറി മിനി S നായർ, മാധ്യമം BDO C ജയകൃഷ്ണൻ തുടങ്ങിയവർ പങ്കെടുത്തു. ഹെഡ് മിസ്ട്രസ് വിജയലക്ഷ്മി സ്വാഗതവും ഈഫൽ റെസിഡൻസി MD PK രമേശൻ പത്രം സ്പോൺസർ ചെയ്തിരിക്കുന്നത്. ഞങ്ങളെല്ലാവരും കരുത് ലോകത്ത് സാമൂഹ്യ മാറ്റം വരണം, അത് രാഷ്ട്രീയ പാർട്ടികളെ കൊണ്ട് മാത്രമേ സാധിക്കൂ എന്നാണ് ഞങ്ങൾ വിശ്വസിച്ചത്. രണ്ട് തരത്തിലുള്ള സൊസൈറ്റി ഉണ്ട്. പൊളിറ്റിക്കൽ സൊസൈറ്റി, രാഷ്ട്രീയ പാർട്ടികൾ, ഗവൺമെന്റ്, ഭരണകൂടം, സൈന്യം, ജുഡീഷ്യറി, ഇതിനെയാണ് പൊളിറ്റിക്കൽ സൊസൈറ്റി എന്ന് വിളിക്കുന്നത്. ഞങ്ങളെല്ലാവരും കരുതി ലോകത്ത് മാറ്റം ഉണ്ടാകുന്ന പൊളിറ്റിക്കൽ സൊസൈറ്റിയെ കൊണ്ടാണ്. പക്ഷെ ഇപ്പോൾ മനസ്സിലായി ലോകത്ത് മാറ്റം ഉണ്ടാകുന്നത് രാഷ്ട്രീയ വ്യവസ്ഥ കൊണ്ട് മാത്രമല്ല. ഒരു രാഷ്ട്രീയ പാർട്ടിയിലും പെടാത്ത, ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലും വിശ്വസിക്കുന്ന, ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയിൽ വിശ്വസിക്കുന്ന എല്ലാവരും, ഒരു രാഷ്ട്രീയം ഇല്ലാത്തവരും ഏതെങ്കിലും രാഷ്ട്രീയമുള്ളവരും, അവർ രാഷ്ട്രീയ വ്യത്യാസങ്ങൾ മറന്ന് ഒരുമിച്ച് കൂടാറുണ്ട്. നമ്മുടെ PTA, നിങ്ങളുടെ സ്കൂൾ അസോസിയേഷൻ, ടീച്ചേഴ്സ് അസോസിയേഷൻ, ക്ലബ്ബുകൾ, ഫുട്ബോൾ ക്ലബ്ബുകൾ,
വോളണ്ടറി ഏജൻസീസ്, ഗ്രാമസഭകൾ, ഇത്തരം പ്രസ്ഥാനങ്ങൾക്ക് നമ്മുടെ സമൂഹത്തിൽ വലിയ സ്ഥാനമുണ്ട്. അവയെ ഞങ്ങൾ വിളിക്കുന്നത് സിവിൽ സൊസൈറ്റി എന്ന്, പൗര സമൂഹം എന്ന്. അപ്പോൾ രണ്ട് തരത്തിലുള്ള സമൂഹമുണ്ട്. പൊളിറ്റിക്കൽ സൊസൈറ്റി ഉണ്ട്, സിവിൽ സൊസൈറ്റി ഉണ്ട്. ഈ സിവിൽ സൊസൈറ്റി മേധാ പട്കറിന്റെ പ്രസ്ഥാനം വേണ്ടോസൽഫനീരകളെ കുറിച്ച് അങ്ങനെയുള്ള സിവിൽ സൊസൈറ്റി സാധാരണക്കാരായ ജനങ്ങൾ തങ്ങൾക്ക് ഈ സമൂഹത്തിൽ ഇടം വേണമെന്ന് ആവശ്യപ്പെടുന്ന ജനങ്ങളെ കുറിച്ച് വോയിസ് ഓഫ് ദ വോയിസ്ലെസ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തൊടുപുഴയിൽ ഗ്യാസ് ഏജൻസി സിലിണ്ടറുകൾ പൂഴ്ത്തിവെച്ചതായി പരാതി. റേഷനിംഗ് ഇൻസ്പെക്ടറുടെ പരിശോധനയിൽ കണക്കിൽപ്പെടാത്ത 127 കുറ്റികൾ കണ്ടെത്തി. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒക്ടോബർ 3 വ്യാപാരി പണിമുടക്ക്. മെഡിക്കൽ ഷോപ്പുകൾ 2 മണിക്കൂർ അടച്ചിടും. ലോക വയോജന ദിനം തൊടുപുഴയിൽ വിവിധ ചടങ്ങുകളോടെ നടന്നു. ഇതോടെ ന്യൂസ് ബുള്ളറ്റിൻ അവസാനിക്കുന്നു. നന്ദി.